ഒരാള് ശൂന്യാകാശത്തിൽ സഞ്ചരിക്കട്ടെ, എന്നിട്ട് ഭൂമിയെ നിരീക്ഷിക്കട്ടെ. ഞാൻ പറയാം, ഒരു സെക്കൻഡ് ഒഴിവുണ്ടാവില്ല നബിയുടെ പേര് പറയപ്പെടാത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അതിന്റെ ചെറിയൊരു ഉദാഹരണം പറയാം. ഇന്തോനേഷ്യയില് സുബഹിയുടെ ബാങ്ക് മുഴങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ജക്കാർത്തയിൽ, പിന്നെ സുമാത്രയിൽ സുബഹി, പിന്നെ മലേഷ്യയിൽ സുബഹി. ജക്കാർത്തയിൽ സുബഹി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ബംഗ്ലാദേശിലെ ഡാക്കയിൽ സുബഹി, ഡാക്കയിൽ കഴിഞ്ഞിട്ട് കൽക്കട്ടയിൽ സുബഹി, മുംബൈയിൽ സുബഹി. ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പിന്നെ സുബഹിയായി. ശ്രീനഗറിൽ സുബഹിയായി. അതേ സമയത്ത് അല്ലാമ ഇക്ബാലിന്റെ ഗ്രാമമായ സിയാൽകോട്ടിൽ സുബഹി, അവിടെ ബാങ്കായി. അത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാനിലെ സുബഹി, അത് കഴിഞ്ഞ് മസ്കത്തിൽ സുബഹി, അത് കഴിഞ്ഞ് ബഗ്ദാദിൽ സുബഹി, അത് കഴിഞ്ഞ് ഹിജാസില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യവിശ്രമത്തിന്റെ മണ്ണിൽ മദീനയിലും മക്കയിലും സുബഹി, ദുബായ് അബുദാബി അടങ്ങുന്ന UAE സുബഹി, ബഗ്ദാദിൽ സുബഹി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ സുബഹി, അലക്സാണ്ട്രിയയിലും ഇസ്തംബൂളിലും ഒരേ സമയം സുബഹി, പിന്നെ സിറിയയിലും സോമാലിയയിലും സുഡാനിലും സുബഹി, പിന്നെ ലിബിയയിലും ടുണീഷ്യയിലും സുബഹി. അപ്പോഴേക്ക് ഇന്തോനേഷ്യയിലും ലുഹറായി. മനസ്സിലാക്കണേ, ഇന്തോനേഷ്യയിലും ലുഹറായി. ഇവിടെ സുബഹി തീർന്നിട്ടില്ല. ആഫ്രിക്കയിൽ സുബഹിയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അമേരിക്കയിലേക്കൊക്കെ പോകുമ്പോൾ രാത്രിയാണ്. അവിടെ സുബഹിയാണതിന് മുമ്പ് ജക്കാർത്തയിലെ മുഅദ്ദിൻ വീണ്ടും മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാൻ ലുഹറായി. ഡാക്കയിൽ ലുഹറാവുമ്പോ കിഴക്കൻ ഇന്തോനേഷ്യയിലെ അസ്റായി. ഡാക്കയിലെ മുഅദ്ദിൻ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോ സൗത്ത് ഇന്തോനേഷ്യയിലെ മുഅദ്ദിൻ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നത് രണ്ടും 2 നേരാ. അവിടെ അസ്റായി. ഇന്തോനേഷ്യയിലെ ഇശ ആവുമ്പോ ആഫ്രിക്കയിലെ സുബഹി ബാങ്ക് കൊടുക്കണേ ഉള്ളൂ. സെക്കൻഡ് മുഹമ്മദ് മുഹമ്മദ് മുഹമ്മദ്. ഇത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആലോചിക്കണ്ടേ? മരിച്ചോണിനും എപ്പോഴെങ്കിലും ഒരുപാട് ഹീറോകളല്ലേ നിങ്ങൾ ചിത്രം വരച്ച് വെച്ചിട്ട് കൊണ്ടു നടക്കുന്നത്? നിങ്ങളല്ലേ അങ്ങാടി കവലകളിൽ മുഴുവൻ ഹീറോകളെ നിറച്ചു വെച്ചിരിക്കുന്നത്? അവരല്ലേ നിങ്ങളുടെ വീരപുരുഷന്മാർ? പ്രപഞ്ചം മുഴുവൻ മുഴങ്ങുന്ന നാമധേയമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.